ഹസദ് കൂടിയാൽ പിന്നെ വരുന്ന വിഷയം എന്താണെന്നറിയോ? ഫിത്തിന കൂടി വരും. ഫിത്തിന കൂടിയാൽ പിന്നെ സംഘട്ടനങ്ങളും മറ്റു കലഹങ്ങളും ഉണ്ടായി വരും. അതുകൊണ്ട് ഫിത്തിനയുണ്ടാക്കാതെ വളരെ ക്ഷമയോടെ ഇവിടെ താമസിക്കണം. ഹസദ് അള്ളാഹു നമ്മളെ ഖൽബിൽ നിന്ന് മാറ്റിത്തരട്ടെ. ആർക്ക് അള്ളാഹു തആല എന്ത് നിഅമത്ത് കൊടുത്താലും അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുമോ? ഒരാൾക്ക് അള്ളാഹു തആല തൗഫീഖ് കൊടുത്തു. അയാൾ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് നല്ലൊരു വീടുണ്ടാകണം, അങ്ങനെ നല്ലൊരു ഉയർന്ന ജോലിയിലെത്തി. അയാൾ ഇവിടെ ഇങ്ങനെ തറ കെട്ടിയപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാൻ തുടങ്ങി, 1500 സ്ക്വയർ ഫീറ്റിന്റെ രൂപത്തിൽ തറ കെട്ടി, എന്താക്കെ അവിടെ പണി? നമ്മൾ അന്വേഷണം തുടങ്ങി. അയാള് നല്ലൊരു കമ്പനിയിൽ സൂപ്പർവൈസറാണ്. എത്രയൊക്കെ ശമ്പളം കേട്ടോ, ഞാൻ പറഞ്ഞ വാക്ക് കേട്ടോ, ഇത്ര ശമ്പളം ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ഒരു 85,000 90,000. ഇത്ര വലിയ ശമ്പളോ? അതിന് മാത്രം എന്താ ആൾ പഠിച്ചത്? എന്നാ ഒരു അൽഹംദുലില്ലാ പറഞ്ഞൂടെ? ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ഒരു സഹോദരന്, നാട്ടുകാരന് അല്ലാഹു തആല ഒരു നിഅമത്ത് കൊടുത്തതിൽ അൽഹംദുലില്ലാ പറഞ്ഞൂടെ? സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തെങ്കിലും വല്ല കുറവുണ്ടോ നമുക്ക്? അദ്ദേഹം നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നല്ലേ കരുതേണ്ടത്? ആരെയും ആശ്രയിക്കാതെ നല്ല നിലക്ക് നമ്മളൊരു സുഹൃത്തിന് അല്ലാഹു ജീവിതം കൊടുത്തു. മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ആരാകട്ടെ, ഒരു മനുഷ്യന് നല്ല ജീവിതം അല്ലാഹു തആല കൊടുത്തു എന്നുള്ള നിലക്ക് നമ്മൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ എന്നാണ്. തറ കണ്ടപ്പോഴും നമ്മളെ കൽബിലേക്കൊരു ദേഷ്യം, കുശുമ്പ്. ജോലി കേട്ടപ്പോഴും നമ്മളെ കൽബിലേക്കൊരു മുറുമുറുപ്പ്. ശമ്പളം കേട്ടപ്പോ അതിനേക്കാളൊരു ബേജാറ്.